ഓക്കെ, നമ്മളൊരു പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. ഫ്രം ദ ഫോളോവിങ് summary of cash account. X Limited prepare cash flow for the year ended 31st March 2020 using direct method. Company does not having any cash equivalence. Cash and cash equivalence. Cash മാത്രമേ cash equivalence ഒന്നുമില്ല എന്നാണ് പറയുന്നത്. Then ഓരോന്നായിട്ട് പറയുന്നു. ബാലൻസ് തുടക്കം കമ്പനിയുടെ തുടക്കത്തിൽ 500 രൂപയുണ്ട്. ഇക്വിറ്റി ഷെയർ, ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് 3000, റെസിപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ് 28,000, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് 1,000, പേയ്മെന്റ് ഓഫ് സപ്ലയേഴ്സ് 20,000, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് 2,000, overhead expense 2,000, then wages and salary 1,000, taxation 2,500, dividend paid 500, then repayment of bank loan 3,000, and the final balance is called 1,500. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു പ്രോബ്ലം തന്നിരിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറക്റ്റ് മെത്തേഡ് ആണോ ഇൻഡയറക്റ്റ് മെത്തേഡ് ആണോ എന്ന് നോക്കുക. സോ നമുക്ക് ഈ പ്രോബ്ലത്തിൽ എന്ത് മെത്തേഡാണ്? ഡയറക്റ്റ് മെത്തേഡാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് ഓപ്പറേറ്റിംഗ് ക്യാഷ് ആദ്യം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണോ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണോ ഫിനാൻസിങ് ആക്ടിവിറ്റി ആണോ ഈ പറയപ്പെട്ട സംഭവം എന്ന് നോക്കുക. ഓരോന്നായിട്ട് നോക്കുക. നമുക്ക് ബാലൻസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ലാസ്റ്റ് എഴുതുന്ന ഈ ബാലൻസിന് വിളിക്കുന്ന പേരാണ് ക്യാഷ് ഇൻ ദി ബിഗിനിങ് ഓഫ് ദ ഇയർ എന്ന് പറയുന്ന സംഭവമാണ് ഏതാ ഈ പറയുന്ന തന്നിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റിലേക്കാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ത് ആക്ടിവിറ്റിയാണ്? ഒരു ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. ദെൻ റെസിപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? എമൗണ്ട് കിട്ടി എന്നുള്ളതാണ്. അത് എന്ത് ആക്ടിവിറ്റിയാണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ദെൻ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ത് ചെയ്ത് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. ദെൻ പേയ്മെന്റ് ടു സപ്ലയേഴ്സ്. സപ്ലയേഴ്സിന് നമ്മൾ എന്ത് ചെയ്തു? പൈസ കൊടുത്തു. അത് എന്ത് ആക്ടിവിറ്റിയാണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എന്തിലാണ്? ഒരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. ദെൻ ഓവർ ഹെഡ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കുറച്ച് പൈസ ഉണ്ട്. അത് ഏത് ആക്ടിവിറ്റിയാണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. വേജസ് ആൻഡ് സാലറീസ്. നേരത്തെ നമ്മൾ ആ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേജസ് ആൻഡ് സാലറി എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ടു എംപ്ലോയീസ് ആണ്. സോ അത് എന്ത് ആക്ടിവിറ്റിയാണ്? ഒരു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ടാക്സേഷൻ ആണ്. ഇൻകം ടാക്സ് പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് ആക്ടിവിറ്റിയിൽ എടുക്കേണ്ടതാണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ എടുക്കേണ്ടതാണ്. ഡിവിഡൻഡ് പെയ്ഡ്. ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. റീപേയ്മെന്റ് ഓഫ് ബാങ്ക് ലോൺ. ബാങ്ക് ലോൺ എന്ത് ചെയ്തു? കൊടുത്തു. ലോൺ എടുത്തത് നമ്മൾ എന്ത് ചെയ്തു? തിരിച്ചടച്ചു. അത് എന്ത് ആക്ടിവിറ്റിയാണ്? ഒരു ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. ദ ഫൈനൽ ബാലൻസ് ഈസ് കോൾഡ്. ഫൈനൽ ബാലൻസ് ആയിരിക്കും ഏത്? ദ റിസൾട്ട് ദ എൻഡ് ഓഫ് ദ ഇയർ. എൻഡ് ഓഫ് ദ ഇയർ എത്ര കിട്ടണം? 1,500 രൂപ. അഥവാ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഈ 500 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 1,500 രൂപ ആയിരിക്കണം. സോ ദാറ്റ് ഈസ് കോൾഡ് ഒരു പ്രോബ്ലം ആണ് ഈ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ ഓപ്പറേറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയെങ്കിലും നമുക്ക് അതിൽ ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ എന്ന് മനസ്സിലാക്കണം. അതോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇക്വിറ്റി ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയർ ഇഷ്യൂ ചെയ്താൽ നമുക്ക് പൈസ വരിക പോവുക ചെയ്യാം. പൈസ എന്ത് ചെയ്യും? ഇൻടേക്ക് ആണ്. പോസിറ്റീവ് ഫിഗർ ആണ്. ഞാൻ ഒന്നും ചെയ്തില്ല. റിസീപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഓപ്പറേറ്റിംഗ് ഇതാന്ന് പറഞ്ഞു. നമ്മൾ എന്താണ്? റിസീപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സ് എന്ത് ചെയ്തു? നമുക്ക് പൈസ തന്നു. നമുക്ക് എന്ത് ആക്ടിവിറ്റിയാണ്? നമുക്ക് പൈസ പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ആക്ടിവിറ്റി ആണ്. ദെൻ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് സെയിൽ വിറ്റു. സാധനം വിറ്റാൽ നമുക്ക് എന്താ സംഭവം? പൈസ വരികയും ചെയ്യും. ദെൻ പേയ്മെന്റ് ടു സപ്ലയേഴ്സ്. സപ്ലയേഴ്സിന് പൈസ കൊടുത്താൽ നമുക്ക് എന്ത് സംഭവിക്കും? ആ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. സോ ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ആണ്. പക്ഷെ എന്താണ്? മൈനസ് ഫിഗർ ആണ്. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ത് ചെയ്തു? വാങ്ങിച്ചു. അപ്പൊ എന്തായി മാറുന്നു? നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി. ഓവർ ഹെഡ് എക്സ്പെൻസ്. കുറച്ച് പൈസ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആയിട്ട് അല്ലെങ്കിൽ ഫിനാൻസിങ് ആക്ടിവിറ്റി ഏതാന്ന് പറയുന്നില്ല. സോറി, അഡ്മിനിസ്ട്രേഷൻ പർപ്പസിനോ അല്ലെങ്കിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസോ ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് പൈസ ചെലവായിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഓവർ ഹെഡ് എക്സ്പെൻസ്. നമ്മൾ അതിന്റെ പേയ്മെന്റ്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി. വേജസ് ആൻഡ് സാലറി നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? പൈസ പോകുന്ന ഒരു കാര്യമാണ്. ടാക്സേഷൻ
പെയ്ഡ് നമ്മൾ ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ട്. ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ആക്ടിവിറ്റി തന്നെയാണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ആർക്ക് പൈസ കൊടുത്തു? നമ്മളെ ഷെയർ വാങ്ങിച്ച ആൾക്കാർക്ക് എന്ത് ചെയ്തു? പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്തതിനെ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്? ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറയുന്നത്. സോ ദറ്റ് ഈസ് കോൾഡ് നമുക്ക് എന്ത് ആക്ടിവിറ്റി ആയിട്ട് മാറുന്നു? ഒരു ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ മൈനസ് ആയിട്ട് വരികയും ചെയ്യും. അടുത്തതാണ് റീപേയ്മെന്റ് ഓഫ് ബാങ്ക് ലോൺ എന്ന് പറയുന്നത്. ബാങ്ക് ലോൺ എന്ത് ചെയ്തു? തിരിച്ചടച്ചാലും അത് എന്ത് ആക്ടിവിറ്റി തന്നെയാണ്? ദാറ്റ് ഈസ് കോൾഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ എന്തായിട്ട് മാറുന്നു? മൈനസ് ആയിട്ട് മാറുന്നു. ഇനി പറയപ്പെട്ട കാര്യങ്ങൾ ആദ്യം നമ്മൾ ഏത് എഴുതുന്നു? ആദ്യം നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ്, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്താണ്? ഓരോന്നായിട്ട് എടുക്കുക. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ആദ്യം പോസിറ്റീവ് ഫിഗർ എടുക്കുന്നു. ഏതാണ്? റെസിപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ്. റെസിപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ് എത്രയാണ്? നമ്മൾ എന്ത് ചെയ്തു? റെസിപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ് 28,000. ദെൻ നമുക്ക് ഓരോന്ന് എന്ത് ചെയ്യാം? പേസ്റ്റ് ചെയ്യാം. ദെൻ പേയ്മെന്റ് ടു സപ്ലൈസ്. ഓരോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്തു? എടുക്കുകയാണ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അടുത്തത് ഏതാണ്? പേയ്മെന്റ് ടു സപ്ലൈയേഴ്സ്. പേയ്മെന്റ് ടു സപ്ലൈയേഴ്സ് എന്ത് ഫിഗർ ആണ്? ഒരു നെഗറ്റീവ് ഫിഗർ ആണ്. എത്രയാണ് നെഗറ്റീവ് ഫിഗർ? 20,000 രൂപ. അപ്പൊ നമ്മൾ ഏത് രീതിയിൽ ചെയ്യാം? സോ 20,000 രൂപ നമ്മൾ എന്ത് ചെയ്തു? എഴുതി. ദെൻ ഇത് എത്രയായിരുന്നു? 28,000 ആണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് എന്താണ്? സോ ഇവിടെ ഇത് നമ്മൾ എന്തിൽ എഴുതുന്നു? ബ്രാക്കറ്റിൽ എഴുതുകയും ചെയ്തു. ബ്രാക്കറ്റ് എഴുതുകയും ചെയ്തു. ദെൻ നമുക്ക് ഒരു അടുത്തത് ഏതാണ്? ഓവർഹെഡ് എക്സ്പെൻസ്. ഇത് ഓവർഹെഡ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ട്? നമ്മൾ ഓവർഹെഡ് എക്സ്പെൻസ് സോ എത്ര വരുന്നു? ഓവർഹെഡ് എക്സ്പെൻസ് മൈനസ് ഫിഗർ എത്ര വരുന്നു? 2,000 രൂപ വരികയും ചെയ്യും. അടുത്തത് നമ്മൾ കൊടുക്കുന്ന ഏതാണ്? വേജസ് ആൻഡ് സാലറീസ് അല്ലെ? അടുത്ത നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവമാണ് ഏത്? വേജസ് ആൻഡ് സാലറീസ്. എത്ര രൂപയാണ്? 1,000 റുപ്പീസ്. 1,000 റുപ്പീസ് ആണ് ഏത്? എന്ത് ഫിഗർ ആണ്? മൈനസ് ഫിഗർ ആണ്. മൈനസ് ഫിഗർ ആയിട്ട് എന്ത് ചെയ്യുന്നു? പോവുകയും ചെയ്യും. സോ ദാറ്റ് ഈസ് കോൾഡ്. ഇത്രയും ആണ് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പൊ 20,000-ൽ നിന്ന് എത്ര പോകുന്നു? 28,000 രൂപ പോസിറ്റീവ് ഫിഗർ. അതിൽ നിന്ന് എത്ര പോയി? 23,000 രൂപ പോവുകയും ചെയ്തു. ദ ബാലൻസ് എത്ര വരുന്നു? 5,000 രൂപ വരികയും ചെയ്യുന്നു. സോ ബാലൻസ് എത്ര വരുന്നു? 5,000 രൂപ ബാലൻസ് ആയിട്ട് വരികയും ചെയ്തു. ഈ 5,000 രൂപ ബാലൻസ് ആയിട്ട് വന്നു. ദെൻ ഈ ബാലൻസിൽ നിന്ന് നമ്മൾ എന്ത് കുറക്കുന്നു? ഇൻകം ടാക്സ് കുറക്കുന്നു. ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറയുന്ന കാര്യം കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? എത്രയാണ് ഇൻകം ടാക്സ് എന്നുള്ളത് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 2,500 രൂപയാണ്. സോ ഇത് എന്ത് ഫിഗറാ നോക്കി നോക്കുക? പോസിറ്റീവ് ഫിഗർ ആണ്. പോസിറ്റീവ് ഫിഗർ ആയതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന പേരാണ് ഏതാ? ക്യാഷ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ഇതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ 5,000-ന് നേരെ എന്താണ്? ക്യാഷ് ജനറേറ്റഡ് എന്ന് എഴുതണം. ക്യാഷ് എന്താണ്? ജനറേറ്റഡ് ഫ്രം ശരിയാക്കാം. ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഓപ്പറേറ്റിംഗ് എന്ന് എഴുതണുള്ളൂ. ക്യാഷ് ജനറേറ്റഡ് cash generated from operating activity യിൽ എത്ര വരുന്നു? 5,000 രൂപ നമുക്ക് വന്നു. അതിൽ നിന്ന് 2,500 രൂപ നമ്മൾ എന്ത് ചെയ്തു? ടാക്സ് കുറച്ചു. ബാക്കി എത്ര വരുന്നു? 2,500 രൂപ വരികയും ചെയ്യും. സോ 2,500 രൂപ.
ഇതാണ് പോസിറ്റീവ് ഫിഗർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കി മാറ്റി, അതിനെ ഫ്ലോ ഫ്രം ആക്ടിവിറ്റി ആക്കി മാറ്റി. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണ്? ക്യാഷ് ഫ്ലോ ഫ്രം ഏത് ആക്ടിവിറ്റി നോക്കുന്നു? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ല. നെക്സ്റ്റ് വൺ ഏതായിട്ട് മാറുന്നു? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലുള്ള ഫ്ലോ എന്താണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഏതൊക്കെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ വരുന്നത്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ ഇവിടെ പറഞ്ഞു ഫസ്റ്റ് വൺ പോസിറ്റീവ് ഫിഗർ ഏതാണെന്ന് നോക്കുക. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് പോസിറ്റീവ് ഫിഗർ എന്ന് പറയുന്നത് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഒരു പോസിറ്റീവ് ഫിഗർ ആണ്. സോ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഫസ്റ്റ് വൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ത് ചെയ്തു? വിറ്റപ്പോ എത്ര രൂപ കിട്ടി? 1000 രൂപ നമുക്ക് കിട്ടി. ദെൻ നമുക്ക് അടുത്ത ഫിഗർ എന്ന് പറയുന്നത് ഏതാണ്? അടുത്തത് നോക്കി നോക്കുക. നമുക്ക് വരുന്നത് നെക്സ്റ്റ് വൺ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആയിട്ട് 2000 രൂപ കാണുന്നുണ്ട്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് മിക്കവാറും കേസിലും എന്തെന്നായിരിക്കും? നെഗറ്റീവ് ഫിഗർ വരാവുന്ന ഒരു കാര്യമാണ് ഈ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കുക, 1000 രൂപയാണ്. ഇനി വേറെ ഒന്നും ഇല്ലല്ലോ, 1000 രൂപ മാത്രമേ ഉള്ളൂ. സോ 1000 രൂപയും 2000 രൂപ, 1000 രൂപ പോസിറ്റീവ് ആൻഡ് 2000 രൂപ നെഗറ്റീവ് ഫിഗർ ആണ്. സോ നമുക്ക് ഇവിടെ എന്തായിട്ട് മാറുന്നു? നെറ്റ് ക്യാഷ് ഫ്ലോ അല്ലല്ലോ, നെറ്റ് ക്യാഷ് യൂസ്ഡ് അങ്ങനെ ആയിട്ട് മാറുന്നു. നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ എന്ത് ആക്ടിവിറ്റിയാണ്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എത്ര വരുന്നു? 1000 രൂപ നമുക്ക് നെഗറ്റീവ് ഫിഗർ ആയിട്ട് വരികയും ചെയ്യും. സോ അതിനെന്താക്കി മാറ്റുന്നു? 1000 രൂപ നമ്മൾ ബ്രാക്കറ്റിൽ ഇടുകയും ചെയ്യുന്നു. ഇനി നോക്കാം അടുത്ത എന്താണ്? അടുത്ത നെക്സ്റ്റ് വൺ ആണ് നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ഫ്ലോ ഫ്രം ഏത് ആക്ടിവിറ്റി? ഫിനാൻസിങ് ആക്ടിവിറ്റി നോക്കുന്നു. ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ഫിനാൻസിങ് ആക്ടിവിറ്റിയിലെ ഫ്ലോ നമുക്ക് നോക്കി നോക്കാം. നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് വെക്കാത്തത് കൊണ്ടാണ് ഇത്ര ലെങ്ത് എടുക്കുന്നത്. കാരണം നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല എന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി അല്ല ഫിനാൻസിങ് ആക്ടിവിറ്റി. ഫിനാൻസിങ് ആക്ടിവിറ്റി വന്നാൽ ഫസ്റ്റ് വൺ ഏതെന്നായിരിക്കും? ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇതിൽ വരുന്നതാണ്. ഒന്ന് ഇക്വിറ്റി ഷെയർസ് എന്ത് ചെയ്തിട്ടുണ്ട്? വിറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സോ അത് എത്രയാണ് വരുന്നത്? 2000. നമുക്ക് വരുന്ന പൈസ എന്ന് പറയുന്നത് 3000 രൂപയാണ്. അതിന്റെ ഇൻഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിലേക്ക് വന്ന പൈസ പോസിറ്റീവ് ഫിഗർ എത്ര വരുന്നു? ദെൻ നമ്മൾ എന്ത് കൊടുത്തു? റീപേയ്മെന്റ് ഓഫ് ലോൺ. ലോൺ എന്ത് ചെയ്തു? തിരിച്ചടച്ചു ഇല്ലേ? ലോൺ എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചടച്ചിട്ടുണ്ട്. എത്ര രൂപ തിരിച്ചടച്ചു? 3000 രൂപ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ തിരിച്ച് അടച്ചിട്ടുണ്ട്. സോ 3000 രൂപ നമുക്ക് എന്താണ്? നെഗറ്റീവ് ഫിഗർ ആണ്. ദെൻ അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ എത്ര കൊടുത്തു? ഡിവിഡൻഡ് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഡിവിഡൻഡ് പേയ്മെന്റ് എത്ര വന്നിട്ടുണ്ട്? 500 രൂപ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ഡിവിഡൻഡ് പെയ്ഡ് എത്ര രൂപയുണ്ട്? 500 രൂപ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി നോക്കുക, 500 രൂപ എന്തായി മാറുന്നു? ഇവിടെ 3000 രൂപ പോസിറ്റീവ് ഫിഗർ. നമുക്ക് വന്നിരിക്കുന്ന നെഗറ്റീവ് ഫിഗർ എന്ന് പറയുന്നത് 3500 രൂപ എന്തായിട്ട് മാറുന്നു? നെഗറ്റീവ് ഫിഗർ ആയിട്ട് മാറുന്നു. സോ നമുക്ക് ഏത്? നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഏതാണ്? ഫിനാൻസിങ് ആക്ടിവിറ്റി. യൂസ്ഡ് ഇൻ ഏത് ആക്ടിവിറ്റിയാണ്? ഫിനാൻസിങ് ആക്ടിവിറ്റി. സോ എത്ര വരുന്നു? ഇവിടെ 3000 രൂപ പോസിറ്റീവ് ഫിഗർ, 3500 രൂപ നെഗറ്റീവ് ഫിഗർ. നമുക്ക് എത്ര വരുന്നു? 500 രൂപ നെഗറ്റീവ് ആയിട്ട് വരികയും ചെയ്യും. സോ ഇനി നോക്കാം. ഇനിയാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്ന് പറയുന്ന സംഭവമാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നോക്കുക, എത്രയാണ് പോസിറ്റീവ് ഫിഗർ? 2500 പോസിറ്റീവ് ഫിഗർ ആണ്. ദെൻ 1000 നെഗറ്റീവ് ഫിഗർ ഉണ്ട്, 500 നെഗറ്റീവ് ഫിഗർ ഉണ്ട്. അപ്പൊ 2500 നിന്ന് 1500 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുക എത്രയാണ്? പോസിറ്റീവ് ഫിഗർ ആയിട്ടുള്ള എത്രയാണ്?
1000 രൂപ. അപ്പൊ എന്തായിട്ട് വരുന്നു? നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ഓർ ക്യാഷ് ഇക്വാലൻസ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ്. നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് എന്ത് ചെയ്തു? 1000 രൂപ കൂടിയിട്ടുണ്ട്. ആഡ് ക്യാഷ് അറ്റ് ബിഗിനിങ്. നമ്മള് തുടക്കം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. എത്രയായിരുന്നു നമുക്ക് ഈ എന്ന് പറയാ തുടങ്ങുമ്പോ ഉണ്ടായിരുന്ന പൈസ എന്ന് പറയുന്നത്? ബിഗിനിങ്ങിൽ നമുക്ക് ഇവിടെ നോക്കാം, തുടക്കം നമ്മുടെ കമ്പനി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ മാസം തുടങ്ങുമ്പോൾ ഈ വർഷം തുടങ്ങുമ്പോൾ 500 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. സോ ആ 500 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ദെൻ നമ്മൾ നോക്കി നോക്കാം ഫൈനൽ ബാലൻസ് എന്തായിട്ട് മാറും? സെയിം വൺ. എത്രയായിരുന്നോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് 1000 കൂടെ 500 കൂട്ടി ക്യാഷ് അറ്റ് എത്രയാണ്? ക്യാഷ് അറ്റ് ക്ലോസിംഗ് എത്ര വരുന്നു? 1500 രൂപ. 1500 രൂപ വരികയും ചെയ്യും. ഇവിടെ നോക്കി നോക്കും നിങ്ങൾ, 1500 രൂപ ക്യാഷ് അറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ 1500 രൂപ. അപ്പൊ ഇതാണ് ഏതെന്ന് പറയുന്നത്. ഈ ക്യാഷിന്റെ ഫ്ലോ ഇല്ലേ, ഈ 1500 രൂപ എത്താൻ ഏതൊക്കെ രീതിയിലാണ് പൈസ പോയത് വന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഏതിൽ പറഞ്ഞത്. നമ്മൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരച്ചത് കൊണ്ട് നമുക്ക് മനസ്സിലായത്. 500 രൂപ ഉണ്ടായിരുന്നിടത്ത് 1500 രൂപയായിട്ട് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇൻ ഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ്.